A warm welcome to all our esteemed guests, respected HM, beloved parents and adorable little stars of Secretariat UP School. Today is a very special day, Kids Fest. It's the day to witness the joy, innocence and talent of tiny tots. To begin this event on a high note, we have a mesmerizing welcome dance by students of Standard First. Let's welcome Ritvi VP, Alia Fatima, Sridevi Bibish, Nilakshmi Nidesh, Ashmika Sidi, Snigdha Lakshmi, Iva Vigis, Nurmina. Asato ma Sadgamaya Tamaso ma Jyotirgamaya Mrityorma Amridam Gamaya. Satyaswarupa Paripalaka Tava Charanam Sharanam Jyoti Pradayaka Jagadishwara Tava Charanam Sharanam Jeevadayaka Prabhuvarane Satchidananda Guruvarane Jeevadayaka Prabhuvarane Satchidananda Guruvarane Tava Charanam Sharanam Sharanam Karunamaya Sagarame Tava Charanam Sharanam Sharanam Karunamaya Sagarame Satyaswarupa Paripalaka Tava Charanam Sharanam Jyoti Pradayaka Jagadishwara Tava Charanam Sharanam. Jyotisam Nintiru Savidhe Pranamanjaliyai Tripada Pujakyai Mahajyotisam Nintiru Savidhe Pranamanjaliyai Tripada Pujakyai Snehadivame Satyaswarupa Paripalaka Tava Charanam Sharanam Jyoti Pradayaka Jagadishwara Tava Charanam Sharanam 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 Sharanam. Our school choir to lead us in the prayer song. Let's join our hands and immerse ourselves in this moment of serenity. Arthamulladaganam niswarthamaganam jeevitham nanmayal dhanyamaganam snehamaganam sangeetamaganam snehamaganam സംഗീതമാകണം നമ്മൾ മാനവർ നമുക്കു നമ്മൾ രക്ഷകർ ഏതു ദേശമാകിലും നമ്മൾ സോദരർ നമ്മൾ മാനവർ
വിശ്വശാന്തിക്കായി എന്നും ഒന്നു ചേരണം. പുസ്തകത്തിൽ അക്ഷരങ്ങൾ എന്ന പോലെയും അക്ഷരങ്ങൾ ചേർന്നു ചേർന്നു വാക്കുപോലെയും. The official function. To begin this wonderful event, I take great pleasure in inviting Srimati Sapna Miss, Staff Secretary, to deliver the welcome note. ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, നാട്ടുകാരെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു വിദ്യാലയത്തിൻ്റെ മഹത്വവും പ്രൗഢിയും എല്ലാം വിളിച്ചോതുന്ന ഏറ്റവും വലിയ ആഘോഷ പരിപാടിയാണ് സ്കൂൾ വാർഷികം. ഇന്ന് 46-ാം വാർഷികാഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിദ്യാലയം നേട്ടങ്ങളുടെയും മികവിൻ്റെയും വിശാലമായ മേഖലയിൽ ചിറക് വിടർത്തി നിൽക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ വിദ്യാലയത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ഊടും പാവും നെയ്യാൻ പരിശ്രമിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ സ്കൂൾ വാർഷികാഘോഷത്തിൻ്റെ കിഡ്സ് ഈവനിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിയത് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ VK അബ്ദുറഹ്മാൻ അവർകളാണ്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം ആദരപൂർവ്വം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ശ്രീ VK അബ്ദുറഹ്മാൻ അവർകളെ ഏറെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട PTA വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് അവർകളാണ്. തൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീജിത്തിനെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. അർപ്പിച്ച് സംസാരിക്കുന്നത് സ്കൂളിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യനാണ്. സിസ്റ്ററെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ മികച്ച പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെ നേർവഴിയിലൂടെ നയിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ സാരഥിയായ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ എർലിനെ ഏറെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ എത്തിയ MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി തസ്ലീനയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ആഘോഷ പരിപാടിക്ക് നന്ദി അറിയിക്കുന്ന സ്കൂൾ ലീഡർ കുമാരി ഐഷ റോഹയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ ഉന്നമനത്തിനായി കർമ്മോത്സുകരായി പ്രവർത്തിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, PT അംഗങ്ങൾ എന്നിവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Between educators and parents, ensuring the holistic development of our students. Today, we are dedicated to have with us a distinguished leader who has always supported and guided our school with great commitment. Now I request Sri Srijit, Vice President of PTA, for Presidential Address. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ VK അബ്ദുറഹ്മാൻ, ചെയർമാൻ പയ്യോളി മുനിസിപ്പാലിറ്റി, സിസ്റ്റർ ജൂലിയാന കുര്യൻ, മാനേജർ, സിസ്റ്റർ ഹെർലിൻ, പ്രിൻസിപ്പൽ, ശ്രീമതി തസ്ലീന, MPTA വൈസ് പ്രസിഡന്റ്, ശ്രീമതി സപ്ന, സ്റ്റാഫ് സെക്രട്ടറി ആൻഡ് സ്കൂൾ ലീഡർ ഐഷ റോഹ, മറ്റു രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, PTA ഭാരവാഹികൾ, 46 വർഷം മുമ്പ് 10 വിദ്യാർത്ഥികളുമായി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് 735ഓളം വിദ്യാർത്ഥികളുമായി ഇവിടെ തലയുയർത്തി നിൽക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. കാരണം ഞാനും അതിൻ്റെ ഒരു ഭാഗമായത് വളരെയേറെ സന്തോഷിക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഒരുപാട് ഹെഡ് മിസ്ട്രസ്മാർ, ഒരുപാട് PTA പ്രസിഡന്റുമാർ അവരുടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ വിദ്യാലയത്തെ ഈ നിലയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്
തന്നെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പാഠ്യവിഷയത്തോടൊപ്പം തന്നെ പഠ്യേതര വിഷയങ്ങൾ, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ മുൻപിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ അഡ്മിഷൻസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ അധ്യാപകരുടെ നിരന്തരമായ പരിശ്രമ ഫലമായിട്ട് തന്നെയാണ് ഈ കലാപരമായ രംഗത്ത് നമുക്ക് വളരെയേറെ ഉയർച്ചയുണ്ടായിട്ടുള്ളത്. ഉദാഹരണങ്ങളാണ് നമ്മുടെ മുനിസിപ്പൽ കലോത്സവങ്ങൾ, സബ് ജില്ലാ കലോത്സവങ്ങൾ, ദേശീയ കലോത്സവങ്ങൾ, ഇതിലൊക്കെയുള്ള നമ്മുടെ വിജയങ്ങൾ. എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മുടെ മക്കളുടെ ആനുകൂല്യവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കൊച്ചുകുട്ടികളുടെ പരിപാടികൾ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. ആ പരിപാടികൾ അടുത്ത ഭാവിയിലേക്ക് നമുക്കൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. With heart full of joy and spirit lifted, let's proceed to the lamp lighting ceremony inaugurating our festival. We invite Sri V.K. Abdurrahman, Chairman of Payyanur Municipality, along with other dignitaries to grace the stage and illuminate the lamp. Let this light guide us towards enlightenment and success. Ladies and gentlemen, please kindly remain silent on your seats as we begin this auspicious ceremony. ബഹുമാനിയായ യോഗ അധ്യക്ഷൻ, ഈ സ്കൂളിൻ്റെ മാനേജർ ജുലിന കുര്യൻ, പ്രിൻസിപ്പൽ ഹെർട്ടീൻ, MTP വൈസ് പ്രസിഡന്റ് തെസ്ലീന, സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന, മറ്റ് വേദിയിൽ ഉപരിഷ്ഠരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, 46 വർഷക്കാലം മുമ്പേ തുടങ്ങിവെച്ച ഈ അധ്യയന സ്കൂൾ ഏറ്റവും നല്ല മികവോടുകൂടി പഠന നിലവാരം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. നമുക്കറിയാം, ഇന്ന് സ്കൂളുകളൊക്കെ ടീച്ചേഴ്സിൻ്റെ ജോലി സ്ഥിരപ്പെടുത്താൻ വേണ്ടി പല വാഗ്ദാനങ്ങളും മോഹങ്ങളും നൽകിക്കൊണ്ട് കുട്ടികളെ ചേർക്കുന്ന, അഡ്മിഷൻ കൊടുക്കുന്ന ഒരു ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് ഈ സ്കൂളെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഡൊണേഷൻ പോലും വാങ്ങാതെ അഡ്മിഷന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതെന്തുകൊണ്ടെന്നാൽ ഈ സ്കൂളിൻ്റെ പശ്ചാത്തലം അത് വളരെ പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക്കായി മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് രക്ഷിതാക്കൾ, എൻ്റെ കുട്ടി പഠിക്കുന്ന ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാനും അവിടുത്തെ സ്കൂളിനെ പറ്റി പശ്ചാത്തലവും അവിടെയുള്ള പഠന നിലവാരത്തെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഞാനും എൻ്റെ കുട്ടിയെ സ്കൂളിൽ ചേർത്താറുള്ളൂ. അപ്പോൾ ആ ചേർത്തുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ സെക്രട്ടറി ഹാർട്ട് സ്കൂളിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഡൊണേഷനും പോലും വാങ്ങാതെ കുട്ടികളെ അഡ്മിഷന് വേണ്ടിയിട്ട്, എന്തിനേറെ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കല്ല, വേറെ ഒരാളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം ഫില്ലായിപ്പോയി എന്നാണ് പറഞ്ഞ മറുപടി. അപ്പം അത്രയും പെട്ടെന്ന് ഇവിടെ ഇത്രയും നല്ലൊരു ഗുണനിലവാരം ഉയർത്തിക്കൊണ്ട് LKG തൊട്ടിട്ട് 7th ക്ലാസ് വരെ നടക്കുന്ന ഈ സ്കൂളിൽ ഇനിയും ഉയർന്ന ക്ലാസ്സുകൾ തുടങ്ങാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാത്തതിൻ്റെ കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം സ്ഥലത്തിൻ്റെ പരിമിതികളുണ്ട്, സ്ഥലം കിട്ടാനില്ലാത്ത ഒരവസ്ഥ ഉണ്ട്. അതിനുള്ള രക്ഷിതാക്കളും ഇവിടെയുള്ള നാട്ടുകാരും പയ്യോളി മുനിസിപ്പാലിറ്റിയും ഒക്കെ സഹകരിച്ചുകൊണ്ട് ഈ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യത ഈ നാട്ടുകാർക്കുണ്ട്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കുണ്ട്.
നമ്മുടെ മക്കൾ ഇന്ന് 7 വരെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് പയ്യോളി ഹൈസ്കൂളെ സമീപിക്കേണ്ട ഒരു ആവശ്യത്തിലേക്കാണ് പോകുന്നത്. ആ UP വിഭാഗം കഴിഞ്ഞ് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വേണ്ട സാഹചര്യം അവിടെ ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ള സ്കൂളിലേക്കും ചേക്കേറുമ്പോൾ ഇത് തന്നെയാണ്. ഭൗതിക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഉയർന്ന നിലവാരത്തിലേക്ക് പഠന നിലവാരത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോവുക. ആ കുട്ടികളെ പഠിക്കുമ്പോൾ അവരുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുന്ന ബാധ്യത പഠിപ്പിക്കുന്ന അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും സ്കൂൾ PTA കമ്മിറ്റിക്കും രക്ഷിതാക്കൾക്കും ഉണ്ട് എന്നുള്ള കാര്യം നാം സ്മരിക്കരുത്. ആ നിലവാരത്തിലേക്ക് ഉയർന്ന് നമ്മളെ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി ജീവിതം സമ്പൂർണ്ണതയിലെത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. ഇന്ന് ഉയർന്ന വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടെങ്കിലും പഠിക്കാനുള്ള അവസരം നമുക്കുണ്ടെങ്കിലും പക്ഷേ സീറ്റ് കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ വിദ്യാർത്ഥിനികൾ മറ്റുള്ള സ്റ്റേറ്റിലേക്ക് മാറിപ്പോകുന്നൊരു ചുറ്റുപാട് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ BComനോ BScക്കോ അതുപോലുള്ള ഉയർന്ന കോഴ്സിലേക്ക് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികൾ ബാംഗ്ലൂരും കോയമ്പത്തൂരും മംഗലാപുരം ഇതുപോലുള്ള സ്റ്റേറ്റിലേക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥ നാം കാണുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞാലോ ജോലി കിട്ടാത്ത അവസ്ഥ ഇവിടെ നിന്ന് നിലനിൽക്കുന്നുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ട് പോലും മറ്റുള്ള കൺട്രീസിൽ പോയി വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്ന ഒരു സമ്പ്രദായം നാം കാണുന്നുണ്ട്. അതിലൊരു ഹതഭാഗ്യനാണ് ഞാനും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. എൻ്റെ ഒരു മകളും ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുക. ഇവിടെ ജോലി കിട്ടാത്ത അവസ്ഥയിലായതുകൊണ്ട് ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ട് പോലും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ മാറി വരണം. നമ്മുടെ നാട് പുരോഗമനത്തിലേക്ക് പോകുമ്പോൾ വിദ്യാഭ്യാസ മേഖലയും പുരോഗമനത്തിലേക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അതിനു വേണ്ടിയുള്ള സാഹചര്യം ഇവിടെ ഒരുക്കണം. മറ്റുള്ള വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഇതിവിടുത്തെ ക്ഷണം ഞാൻ സ്വീകരിക്കാൻ കാരണം തന്നെ ഇവരുടെ ആ സമീപനമാണ്. അപ്പം ഞാൻ അത് മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ വരുന്ന രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടുമുള്ള ഇവരുടെ മനോഭാവം അത് വളരെ വലുതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് പഠിക്കാനും നല്ല മനസ്സുണ്ടാവും. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഇവിടെ കൊണ്ട് ചേർക്കാനും ഒരു മനസ്സുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവരോടും സമ്മതം ചോദിച്ചുകൊണ്ട് അർജന്റായിട്ട് വേറൊരു മീറ്റിംഗ് പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടും പോവുകയാണ്. നിങ്ങളോട് എല്ലാവരോടും അനുവാദം ചോദിച്ചുകൊണ്ട് പോകുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. For your golden words, and it also honor for inaugurating this event from you. It is now time for a very special moment, the felicitation. We are honored to have with us a distinguished personality, a pillar of support and a guiding force behind our school's success. With great respect and administration, I invite our extreme manager, Sister Juliana Guria, to kindly grace the stage for felicitation. സ്നേഹബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ശ്രീജിത്ത് അവർ PTA വൈസ് പ്രസിഡന്റ്, പയ്യോളി മുനിസിപ്പാലിറ്റി ചെയർമാനും ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയുമായി നമ്മുടെ ഉദ്ഘാടകനുമായി കടന്നു വന്ന ശ്രീ VK അബ്ദുറഹ്മാൻ സർ, സ്കൂൾ ഹെഡ് മിസ്സസ് സിസ്റ്റർ ഹെർലിൻ, MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി തസ്ലീന, ശ്രീമതി സപ്ന മിസ്, സ്കൂൾ ലീഡർ കുമാരി ഐഷ രോഹ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ കുട്ടികളെ, നിറഞ്ഞ് ഇരിക്കുന്ന ഈ വേദി കാണുമ്പോൾ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരികയായിരുന്നു. പക്ഷേ ഈ നട്ടുച്ച നേരത്ത് ഇത് പറയാനുള്ള സമയമല്ല എന്നെനിക്കറിയാം. ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കറിയാം ഈ പൊരിയുന്ന വെയിലത്ത് ഈ സ്കൂളിലേക്ക്, ഈ അങ്കണത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നത് പ്രസംഗം കേൾക്കാനല്ല, നിങ്ങളുടെ കുഞ്ഞു മക്കളുടെ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം.
ഏവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് സ്കൂൾ ആനുവൽ ഡേ. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, കുഞ്ഞുങ്ങളുടെ പരിപാടിക്ക് പേരൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെ കടന്നു വന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ സ്കൂൾ അങ്കണത്തിൽ നിങ്ങൾ പലരും സ്കൂൾ തുറന്ന സമയത്തായിരിക്കും വന്നത്. കൊച്ചുകുട്ടികളുടെ എന്തായാലും എല്ലാ ദിവസവും തന്നെ അല്ല, ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ വരും. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സാർ എന്നോട് വന്നപ്പോഴേ ചോദിച്ചു, എത്ര കുട്ടികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാവും? ഞാൻ പറഞ്ഞു 730ഓളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാവുമെന്ന്. അപ്പോൾ എത്ര സമയമെടുക്കും? ഞാൻ പറഞ്ഞു, ഉള്ള സമയം കൊണ്ട് കുട്ടികളെല്ലാം പരിപാടിയിൽ പങ്കെടുപ്പിക്കും. അതാണ് നിങ്ങളും താല്പര്യപ്പെടുന്നത്. എത്ര കഴിവില്ലാന്ന് നിങ്ങൾ കരുതിയിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ വാ തുറക്കാതിരിക്കുന്ന കുട്ടിയെയും സ്കൂളിൽ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും ഒപ്പം ഉയർത്തിക്കൊണ്ട് വരിക എന്നതാണ് സ്കൂളിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കുട്ടികൾക്ക് വെറുതെ അറിവ് മാത്രം കൊടുക്കുകയല്ല, എല്ലാ വിധത്തിലും അവരെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പ്രാപ്തരാക്കുക എന്ന്. ഞാൻ എന്തായാലും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എനിക്കറിയാം ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം. അത് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം ഞാൻ ഈ വേദിയിൽ പറഞ്ഞുകൊള്ളാം, വളരെ ചുരുക്കിയിട്ട്. ഞാനിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി രാവിലെ. അപ്പോൾ അവിടെ നിന്ന് എന്നോട് അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ പരിപാടിയാണ്, നിങ്ങൾ എങ്ങനെയാണ് എല്ലാ കുട്ടികളെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കുക? അഡ്മിഷനും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികൾക്ക് അവസരം കൊടുക്കുക, അതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ അവസരം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരും. അപ്പം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും സാഹചര്യം കൊടുക്കുക. നമുക്കറിയാം, ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ എന്തെല്ലാം കഴിവ് ആ കുട്ടിക്കുണ്ടെന്ന് നമുക്കറിയില്ല. സാഹചര്യങ്ങൾ മുന്നോട്ടിട്ട് കൊടുക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കുട്ടി വളരുന്നത്. ശരി, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സമയത്ത് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാൻ വയനാടിന് യാത്ര ചെയ്യുകയായിരുന്നു. KSRTCയിലായിരുന്നു. എൻ്റെ അടുത്തൊരു കുടുംബമുണ്ടായിരുന്നു. ആ കുടുംബനാഥൻ നിൽക്കുകയായിരുന്നു, അമ്മയും 2 മക്കളും ഇരിക്കുകയായിരുന്നു. വയനാട് ചുരത്തിൽ കയറിയപ്പോൾ അവിടെ ഒരു KSRTC സ്റ്റക്ക് ഡൗൺ ആയിട്ട് പഞ്ചറായതാന്ന് തോന്നുന്നു, നിർത്തിയിട്ടിരിക്കുന്നു. ഒരുപാട് ജനം പുറത്തു നിൽക്കുന്നു വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇരുന്ന വണ്ടിയിൽ സൗകര്യമുണ്ടാക്കി കുറേ പേരെ കയറ്റി. ഞാൻ സീറ്റിൻ്റെ സൈഡിലായിരുന്നു, വിൻഡോയുടെ അടുത്തായിരുന്നു. ഒരു അമ്മയും കുഞ്ഞും ഏറ്റവും മുന്നിൽ നിൽക്കുന്നുണ്ടായി. എൻ്റെ അടുത്തിരുന്ന കുട്ടിയുടെ അച്ഛൻ അവിടെ ഒന്നോട് പറഞ്ഞു, മോളെ നീ എണീറ്റ് കൊടുക്ക്, അവിടെ കണ്ടോ ഒരമ്മയും കുഞ്ഞും നിൽക്കുന്നത്. പെട്ടെന്ന് അമ്മ പറഞ്ഞു, അവളവിടെ ഇരുന്നോട്ടെ എന്ന്. കുട്ടി അച്ഛൻ്റെ മുഖത്തേക്കും അമ്മയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, മോളെ അച്ഛനോട് പറ അവരെ ഇങ്ങോട്ട് വിളിക്കാൻ, ഞാൻ എണീറ്റ് കൊടുക്കാം. അപ്പം ആരും അന്നേരത്തേക്കും മുന്നിൽ ആണുങ്ങൾ തന്നെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അമ്മയും കുഞ്ഞും നിൽക്കുന്നത് കണ്ടില്ലേ, ആരെങ്കിലും എണീറ്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ആരും എണീറ്റ് സ്ഥലം കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു പ്രായം ചെന്ന സ്ത്രീ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, സൈഡിൽ കയറി വന്നതാണ് ആ സമയത്ത്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഞാൻ എണീറ്റ് സ്ഥലം കൊടുക്കാമെന്നോർത്ത് എണീക്കാൻ തുടങ്ങുമ്പം ആ കുട്ടിയുടെ അച്ഛൻ വീണ്ടും പറഞ്ഞു, മോളെ അവരെ ഇവിടെ ഇരുത്ത്, അവർ പ്രായം ചെന്നവരാണെന്ന്. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. ഞാനിത് നിങ്ങളുടെ മുൻപിൽ പറയുന്നത് പ്രിയ മാതാപിതാക്കളെ, ആ അമ്മയെക്കുറിച്ച് കുറ്റം പറയാനല്ല. നമ്മുടെ ഉള്ളിലില്ലാത്തത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആ കുട്ടിക്ക് എന്ത് മെസ്സേജാണ് കൊടുത്തത്? അച്ഛൻ പറഞ്ഞതനുസരിക്കണോ, അമ്മ പറഞ്ഞതനുസരിക്കണോ? എന്തായാലും അമ്മ കുട്ടിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് കുട്ടി തീരെ ചെറുതൊന്നുമല്ല, എങ്ങനെയാണെങ്കിലും 5ലോ 6ലോ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക്
എണീറ്റ് നിൽക്കുമോളെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി ജീവിതത്തിലേക്ക് വലിയൊരു പാഠം പഠിക്കുമായിരുന്നു. A school flourishes under the leadership of dedication and visionary head. Today we take this opportunity to honor and appreciate the guiding force behind our institution. With immense respect and gratitude, I invite our esteemed headmistress, Sister Hurling, to come onto the stage for the felicitation. Let's welcome with a big round of applause. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ ദിവസം, ആഘോഷങ്ങളുടെ ദിനം. ഈ ആഘോഷം എന്തിനു വേണ്ടി? 2024-25 അധ്യയന വർഷത്തിൽ നമ്മുടെ കുട്ടികളുടെ നേട്ടങ്ങളും മികവുകളും വാരിക്കോരി കൂട്ടിയ ഈ കുഞ്ഞുമക്കളുടെ കഴിവുകളെ ഉയർത്തിക്കാട്ടുന്ന ഒരു ആഘോഷമാണ് ഇന്ന് നമ്മൾ 46-ാം സ്കൂൾ വാർഷികമായിട്ട് സേക്രഡ് ഹാർട്ട് സ്കൂളിൽ ഇന്ന് ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഞാൻ തലകുനിച്ചുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ രക്ഷാകർത്തൃക്കളെയും എല്ലാ PTA അംഗങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെയും മാനേജ്മെന്റിനെയും കുഞ്ഞുമക്കളെയും ഇപ്പോൾ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. കാരണം ഈ വളർച്ചയ്ക്ക് വേണ്ടി എന്നെ പിന്താങ്ങിയ എൻ്റെ PTA അംഗങ്ങൾ, അവരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തന രംഗങ്ങൾ, എന്നെ കരം പിടിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോയ എൻ്റെ മാനേജ്മെന്റ്, എൻ്റെ ഇരുവശങ്ങളിലുമായി നിന്നുകൊണ്ട് എന്നോടൊപ്പം ആയിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മികവ് വാരിക്കൂട്ടുവാനും വേണ്ടി ഓരോ നിമിഷവും അധ്വാനിച്ച നമ്മുടെ പ്രിയ കുഞ്ഞുമക്കൾ, ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എങ്കിൽ തന്നെയും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സർവീസിലേക്ക് ഉയർത്തിക്കൊണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ നല്ല ഭാവി പ്രവർത്തനങ്ങളായി ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഈ നിമിഷം നന്ദി. താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട HM സിസ്റ്റർ ഹെർലിൻ, മാനേജർ സിസ്റ്റർ ജൂലിയാന മാം, PTA വൈസ് പ്രസിഡന്റ് ശ്രീജിത്തേട്ടൻ, നമ്മുടെ മുഖ്യ അതിഥി മുനിസിപ്പാലിറ്റി ചെയർമാൻ VK അബ്ദുറഹ്മാൻ സർ, സ്റ്റാഫ് സെക്രട്ടറി സപ്ന മിസ്, സ്കൂൾ ലീഡർ ആയിഷ റോഹ, മറ്റ് അധ്യാപികമാരെ, പ്രിയ രക്ഷിതാക്കളെ, സേക്രഡ് ഹാർട്ട് UP സ്കൂളിൻ്റെ 46ാമത് വാർഷികാഘോഷ പരിപാടിയിലാണ് നാം ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പയ്യോളിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു സ്കൂൾ തന്നെയാണ് സേക്രഡ് ഹാർട്ട് UP സ്കൂൾ. പല തിരക്കുകളും മാറ്റിവെച്ച് നാം അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കുചേരും. അത് നമുക്ക് ഇവിടുത്തെ ഇന്ന് എത്തിച്ചേർന്ന ഓഡിയൻസിൻ്റെ എണ്ണം എടുത്താൽ തന്നെ അറിയാം. പയ്യോളിയിൽ മികച്ചു നിൽക്കുന്ന പല വിദ്യാലയങ്ങളുണ്ട്. അതിൽ മുൻപന്തിയിലാണ് നമ്മുടെ സ്കൂൾ ഇപ്പോൾ. ഓരോ വർഷവും നമ്മുടെ സ്കൂളിൻ്റെ പുരോഗമനം ഉയർന്നു വരികയാണ്. നമ്മൾ ഈ വർഷം JCI പുതിയ നിരത്ത് സംഘടിപ്പിച്ച കുട്ടിക്കൂട്ടം നഴ്സറി കലോത്സവത്തിൽ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ആ കുഞ്ഞുമക്കളാണ് ഇപ്പോൾ ഇന്ന് ഈ വേദിയിൽ ആദ്യമായിട്ട് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇവിടെ നടക്കുന്നത് KGയുടെ പ്രോഗ്രാമാണ്. ഞാനെൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാം കാണാനായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ഇങ്ങനെ പ്രസംഗം നീണ്ടുപോയാൽ എല്ലാവരും മുഷിപ്പായിരിക്കും അല്ലേ? അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. Respected dignitaries, esteemed guests, teachers, parents and dear students.
As you come to the conclusion of this wonderful event, it is my privilege and honor to extend a heartfelt vote of thanks to all those who have made this occasion a memorable one. First and foremost, our deepest appreciation goes to our inaugurator, Sri V.K. Abdurrahman, Chairman, Payoli Municipality, for gracing this occasion and marking the beginning of this event with such inspiring words. Your presence has truly elevated the significance of this gathering. It is with immense gratitude that I stand before you to express our heartfelt appreciation to our esteemed manager, Sister Juliana Kurian, for gracing this occasion with her presence and support. It is with great respect and gratitude that I take this moment to extend a heartfelt vote of thanks to our beloved headmistress, Sister Hurley, for invaluable presence and guidance today. A special thanks to our PTA President for the constant support and encouragement given to the school. Your commitment to the well-being of students and the school community is truly commendable. I extend my sincere gratitude to Srimati Sapna Miss, staff representative, for delivering such a warm and gracious welcome address. Your words set the perfect tone for this event and we truly appreciate your effort. A heartfelt thanks to all of our felicitation members who joined us in celebrating and honoring achievements today. Your presence and kind words have added great value to this event. It is my privilege to extend a heartfelt vote of thanks to the pillars of our Constitution, our teachers, non-teaching staff and parents. Without your commitment, this journey of learning and growth would not be possible. Once again, thank you all for your support and dedication. Last but not least, I would like to thank our teachers, students, staff and everyone who worked tirelessly behind the scenes to make this event a grand success. Once again, thank you all, and may we continue to grow and celebrate many more milestones together. Thank you.